കുടിവെള്ളം വരുന്നതും കാത്തിരിക്കുവാണോ? എന്നാൽ ഈ ടാപ്പിൽ നിന്ന് കാറ്റുപോലും പുറത്തുവരില്ല. കടുമേനി കോട്ടക്കുന്ന് കോളനിയിലെ ഈ കുടിവെള്ള ടാപ്പുകൾ അധികൃതരുടെ കെടുകാര്യസ്ഥതയുടെ സ്മാരകമാണ്. കോളനിയിൽ ആകെ മൊത്തം 17 മലവേട്ടു കുടുംബങ്ങളാണ് പാർക്കുന്നത്. കുടിവെള്ളം കണ്ടെത്താൻ ഈ ജനത ആകെ പാടുപെടുകയാണ്. വോട്ടിൻ്റെ സമയത്ത് അവർ വരും, വന്നിട്ട് പറയും ഇത്ര സമയത്ത് വെള്ളം തരാം. അങ്ങനെ ഇതിപ്പോൾ കെട്ടിയിട്ട് 5-6 മാസമായി. അന്നേരം പറഞ്ഞു ഇത് കെട്ടുമ്പോൾ പറഞ്ഞു ഇത്ര ദിവസത്തിനുള്ളിൽ വെള്ളം വരും എന്ന് പറഞ്ഞു. ആ വെള്ളത്തിൻ്റെ അഡ്രസ്സേ ഇല്ല. കോട്ടക്കുന്നിന്റെ ഇരുവശത്തുമുള്ള സ്വകാര്യ കിണറുകളും ജലാശയങ്ങളുമാണ് ഈ പാവങ്ങളുടെ ദാഹം അല്പമെങ്കിലും പരിഹരിക്കുന്നത്. അധികാരികളും മാറി മാറി വരുന്ന ഭരണകൂടങ്ങളും നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. ലക്ഷങ്ങൾ മുടക്കി പണിത പമ്പ് ഹൗസിൽ വവ്വാലുകൾ സ്ഥിരതാമസമാക്കി. ഇവിടെ മെമ്പറിനൊക്കെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ചു, മുഖ്യമന്ത്രിക്കൊക്കെ കൊടുത്തു. അതിന് മറുപടിയൊന്നും ഇതുവരെ അറിഞ്ഞില്ല. കരുണയില്ലാത്ത, കാര്യപ്രാപ്തിയില്ലാത്ത അധികാരികൾക്ക് നേരെ ഇവിടെ വലിയ തോതിൽ പ്രതിഷേധമുയരുന്നുണ്ട്. ഞങ്ങളിത് എത്ര പാവങ്ങളായാലും ഞങ്ങൾക്ക് ഈ തോട്ടിന് വേണ്ട വെള്ളം കെട്ടെ അല്ലേ? ഞങ്ങൾ ഈ പ്രാവശ്യം തോട്ടിന് ഞങ്ങൾ പോകില്ല. ഞങ്ങൾ പറഞ്ഞും കൊണ്ട് എന്തിന് ഞങ്ങളുടെ ആവശ്യത്തിന് അവർ വരുന്നില്ലല്ലോ. കുടിവെള്ളം മാത്രമല്ല, ഒരു നല്ല റോഡും ഈ നാട്ടിലില്ല. നിത്യരോഗികളേറെയുള്ള ഇവിടെ നിന്നും അവരെ കൊണ്ടുപോകുന്നത് തലച്ചുമടായാണ്. ഏറെ പ്രതീക്ഷയോടെ നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയെങ്കിലും ഒരു തുണ്ട് കടലാസായിരുന്നു അതിനുള്ള മറുപടി. റോഡുമില്ല, കുടിവെള്ളവുമില്ല. ആകെ ക്ഷമയുടെ നെല്ലിപ്പടി കടന്നു കിടക്കുകയാണ് ഈ ജനത. വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ പല പല അപേക്ഷകൾ വെച്ചിട്ടുണ്ടെങ്കിലും അത് ഓരോരോ കാരണങ്ങൾ പറഞ്ഞാണ് മുടക്കുന്നത്. ഒന്നാമത് റോഡിൻ്റെ തന്നെ കൺസെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഇതുവരെ റോഡ് നന്നാക്കിയിട്ടില്ല. പിന്നെ കുടിവെള്ളം തന്നെ ഇത് നിലവിൽ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് അനുവദിച്ചുള്ള ST ഫണ്ടിൻ്റെ പദ്ധതിയാണ്. അതിപ്പോൾ കുടിവെള്ളം പിന്നെ പമ്പ് ഹൗസിൻ്റെ കംപ്ലൈൻറ്റ് മൂലം, അപഘാതം മൂലം കുടിവെള്ളം കിട്ടാതെ മാസങ്ങൾ കുറയായി. രാജ്യത്തെ ഭരണഘടന പോലും ഉറപ്പു നൽകുന്ന അവകാശങ്ങൾക്കായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല. ഈ അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കി നൽകാതെ നമ്മൾ നമ്പർ 1 കേരളം എന്ന് കൊട്ടിഘോഷിച്ചു പാടിയിട്ട് എന്തു കാര്യം? മാതൃഭൂമി ന്യൂസ്, കാസർകോട്.